Meet the editors. ചോദ്യം ഇതാണ്, ശൈലി മാറ്റണോ? ഉണ്ണി ബാലകൃഷ്ണൻ, 7 വർഷത്തിന് ശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല KSUവും MSFും ചേർന്നുള്ള UDF-SF സഖ്യം പിടിക്കുന്നത്. അതായത് ഗവർണറെ തടഞ്ഞ ക്യാമ്പസിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ SFIക്ക് നഷ്ടമാവുന്നത് 7 വർഷത്തിന് ശേഷം. ചരിത്ര നേട്ടമാണ്. ഇതൊരു സൂചന കൂടിയാണ്. പല തട്ടുകളിലും അത് വളരെ കൃത്യമായി പ്രതിഫലിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ഇപ്പോഴും. ശൈലി മാറ്റണം. അരുൺ, ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണല്ലോ CPMും ഇടതുപക്ഷവും ഏറ്റുവാങ്ങിയത്. 19-1. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ശൈലി മാറ്റുമോ എന്ന്. അന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് അറിയാമോ? എൻ്റെ ശൈലി എൻ്റെ ശൈലിയാണ്, അതിന് മാറ്റമുണ്ടാകില്ല. ഞാൻ ഈ നിലയിലെത്തിയത് ഇത്രയും കാലത്തെ ഈ ശൈലിയിലൂടെയാണ്, അതെല്ലാം ഇനിയും തുടരുക തന്നെ ചെയ്യും. 2019 പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ശൈലിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷമുള്ള ഈ ചോദ്യത്തിൽ അങ്ങനെ ഒരു മറുപടി പിണറായി വിജയന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകുന്നതിന് 2 രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒന്ന് ശബരിമല. നമുക്കെല്ലാം അറിയുന്നത് പോലെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് സുപ്രീം കോടതി അനുവദിക്കുകയും ആ വിധി നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിശക്തമായി വിശ്വാസികൾ അതിനെ എതിർക്കുകയും വലിയ പ്രതിഷേധങ്ങൾ തെരുവിലിറങ്ങി വിശ്വാസികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലുടനീളം ഒരു തരംഗമാവുകയും അത് ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളിയാകുകയും അത് തിരിച്ചടിയാകുകയും ചെയ്തു ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അവിടെ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിക്ക് പറയാം ശൈലി മാറ്റില്ല എന്ന്. കാരണം ഈ സ്ത്രീ സമത്വം, സ്ത്രീകൾക്കും പുരുഷർക്കും ഇടയിലുള്ള തുല്യത തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പുരോഗമനപരമായ ഒരു കാര്യം നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തിരിച്ചടിയെ യഥാർത്ഥത്തിൽ ഈ സമൂഹം ശരിയായ രീതിയിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ വന്ന പരാജയമാണെന്ന് വിലയിരുത്തുന്നതിൽ അപകടമൊന്നുമില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ സർക്കാരും ഒക്കെ നിലകൊള്ളുന്നത് സ്ത്രീ സമത്വത്തിന് വേണ്ടി കൂടിയാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വരുമ്പോൾ അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു തിരിച്ചടി ഉണ്ടാകുന്നുവെങ്കിൽ അത് പുരോഗമനപരമായൊരു പ്രവൃത്തിക്ക് വന്ന ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് വിശദീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ശൈലി മാറ്റേണ്ടതില്ല. അതുപോലെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയുടെ വരവ്. അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കാൻ പോകുന്നൊരു സർക്കാർ ഉണ്ടാകുന്നുവെന്ന്. അതും ഈ പറയുന്ന ഇടതുപക്ഷത്തിന് പുറത്തു നിൽക്കുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ 2 ഫാക്ടറുകൾ കൊണ്ടാണ് 2019 വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശൈലി മാറേണ്ട കാര്യമില്ല എന്ന് പറയാം. പക്ഷേ 2024 എന്താ വിഷയം? 2024 ശബരിമലയുമില്ല, രാഹുൽ ഗാന്ധിയുമില്ല, ഒറ്റ തരംഗമേ ഉള്ളൂ. അതെന്താണ്? ആൻറ്റി ഇൻകംബൻസിയാണ്, സർക്കാർ വിരുദ്ധ തരംഗമാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? ഇതേപോലെ തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ജനവിധിയെ അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും തിരുത്തൽ വരുത്തിയും സർക്കാർ മികവോടെ പ്രവർത്തിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ശൈലി മാറ്റില്ല എന്ന നിലപാട് ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മികവോടെ പ്രവർത്തിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിരിക്കുമ്പോൾ ഈ രാജ്യസഭാ സീറ്റ് അത് കേരള കോൺഗ്രസിനാണ് നൽകിയത്. CPMൻ്റെ രാജ്യസഭാ സീറ്റ്, CPMന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ്, എളമരം കരീം ഇറങ്ങുന്ന ആ വേക്കൻസിയിൽ കേരള കോൺഗ്രസിന് ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണ് ആ സീറ്റ്. എൻ്റെ അറിവിൽ 2000 അവസാനമായി അങ്ങനൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായിട്ടുള്ളത്. 2000 NK പ്രേമചന്ദ്രന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 96-ലും 98-ലും NK പ്രേമചന്ദ്രനാണ് കൊല്ലത്തുനിന്ന് വിജയിച്ചു വന്നത്. എന്നാൽ 99 തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ്, ആ ലോക്സഭാ സീറ്റ് CPM പിടിച്ചെടുത്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് RSPയിൽ രൂപപ്പെട്ട അഭിപ്രായ ഭിന്നതയാണ്. ഷിബു ബേബി ജോൺ പക്ഷവും പ്രേമേന്ദ്രൻ പക്ഷവും തമ്മിലൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ വിജയിക്കാൻ സാധ്യതയില്ല എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ 99 തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലം CPM പിടിച്ചെടുത്തപ്പോൾ അതിന് പകരമായിട്ട് 2000 NK പ്രേമേന്ദ്രന് രാജ്യസഭാ സീറ്റ് കൊടുത്തു. അന്ന് K ചന്ദ്രപിള്ളയായിരുന്നു യഥാർത്ഥത്തിൽ CPMൻ്റെ രാജ്യസഭാ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. 2000 മുമ്പോ 2000 ശേഷമോ പിന്നീട് അങ്ങനെ CPM ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഘടകകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ CPMൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ജോസ് കെ മാണിക്ക് CPMന് അവകാശപ്പെട്ട സീറ്റ് കൈമാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കൈമാറിയിരിക്കുന്നു? അത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമുണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയും CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു അവമതിപ്പുണ്ടാക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പം ആ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ 3.28% വോട്ടാണ്
കേരള കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.5% എന്ന് വെക്കാം നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ. അതുമാത്രമല്ല ഇടുക്കി, കോട്ടയം, അതേപോലെ തന്നെ പത്തനംതിട്ട, എറണാകുളം ഈ 4 ജില്ലകളിൽ അവരൊരു ശക്തിയുമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് എന്താ, ബി ജെ പിക്ക് ഗുണകരമാകുന്ന വിധത്തിൽ ക്രിസ്തീയ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഒരു സീറ്റ് കിട്ടി അവർക്ക്, അല്ലേ, സീറോ മലബാർ സഭ അവിടെ കൃത്യമായി വോട്ട് പോൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ സുരേഷ് ഗോപി വിജയിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഒരു കോംപ്രമൈസും ഇനിയിപ്പം അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ക്രിസ്തീയ സമുദായത്തെ അകറ്റി നിർത്തുന്ന എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. ജോസ് കെ മാണി മുന്നണിയിൽ ഉണ്ടാകണം, ജോസ് കെ മാണിയെ ജോസ് കെ മാണിക്ക് പുറത്തു പോകേണ്ടിരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 3.5% വോട്ടെന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട വോട്ടാണ്. നമുക്കറിയാലോ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു 5000 മുതൽ 10000 വരെ വോട്ടെന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പാർട്ടി ഈ മുന്നണിയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ജില്ലകളിൽ അവർ നിർണായകമായൊരു കക്ഷിയാണ്. ഇപ്പോൾ അവർക്ക് നിലവിൽ 5 MLA-മാരുമുണ്ട്, 3.5% വോട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ CPM ബാധ്യസ്ഥമായിരിക്കുന്നു. എന്തുകൊണ്ട് ബാധ്യസ്ഥമായിരിക്കുന്നു? CPM-ന്റെ വോട്ട് ബാങ്കിൽ, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ മാത്രമല്ലല്ലോ, ആലത്തൂർ എന്താ സംഭവിച്ചത്, ആറ്റിങ്ങൽ എന്താ സംഭവിച്ചത്, ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ഇവിടെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ന്റെ ശരിക്കുമുള്ള ശക്തി എന്ന് പറയുന്നത് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളാണ്. മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങളിൽ നല്ലൊരു ഭാഗം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു, നല്ലൊരു വിഭാഗം BJP-യോടൊപ്പം നിൽക്കുന്നു. പക്ഷേ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈഴവ പോലുള്ള സമുദായങ്ങൾ എന്ന് പറയുന്നത്, അവരാണ് ഈ പറയുന്ന CPM-ന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ വോട്ട് ബാങ്ക് ചോർന്നിരിക്കുന്നു BJP-യിലേക്ക്. ശോഭാ സുരേന്ദ്രൻ എത്ര വോട്ടാണ് ഉയർത്തിയത് ആലപ്പുഴയിൽ, ആറ്റിങ്ങിൽ എത്ര ഉയർത്തി, പിന്നെ നമ്മുടെ V മുരളീധരൻ. അപ്പോൾ ഈ രീതിയിൽ സ്വന്തം വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ചോർച്ചയെക്കുറിച്ച് കൂടിയും പിന്നെ CPM-ന് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPM ഈ പറയുന്ന രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്, അതൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ്. അതായത് CPM വിട്ടുവീഴ്ച ചെയ്യുകയല്ല ചെയ്തത്, ഒരു സമ്മർദ്ദത്തിന് കീഴടങ്ങാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന സമ്മർദ്ദമുണ്ട്. പിന്നെ CPI എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ഘടകകക്ഷിയാണല്ലോ 17 സീറ്റുമായിട്ട് ഈ മുന്നണിയിൽ CPIയുടെ തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് CPI കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന കൗൺസിലിൽ വലിയ വിമർശനങ്ങൾ പിന്നെ ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായി, CPM-നെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായി. അന്ന് ആ സംസ്ഥാന കൗൺസിലിൽ പിന്നെ പല ആളുകളും പറഞ്ഞ അഭിപ്രായമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖവും പിണറായി വിജയൻ്റെ മുഖവും വികൃതമാണ് എന്ന് പല ആളുകളും അതിൽ പറഞ്ഞു എന്നാണ്, സംസ്ഥാന കൗൺസിലിൽ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ വികൃത മുഖവുമായിട്ട് നിങ്ങൾ ഈ മണ്ഡല സദസ്സിന് പോയിട്ടൊരു കാര്യവുമില്ല എന്ന് അന്ന് സംസ്ഥാന കൗൺസിലിൽ അഭിപ്രായം ഉണ്ടായി. ഈ ഫെബ്രുവരിയിൽ സംസ്ഥാന കൗൺസിൽ CPIയുടെ കൂടിയപ്പോൾ എന്താ പറഞ്ഞത്? ഈ ചിറ്റമ്മ നയമാണ് CPM-ന് പിന്നെ ഈ CPIയുടെ വകുപ്പുകളോട് എന്ന്. അപ്പോൾ ഈ GR അനിലിൻ്റെ ഭാര്യയായിട്ടുള്ള ലതാകുമാരി ഈ കൗൺസിലിലെ മെമ്പറാണ്. അവർ പറഞ്ഞത് അനിലിങ്ങനെ നിരന്തരം മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അദ്ദേഹത്തിൻ്റെ എഴുത്ത് തെളിഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ അതിശക്തമായ വിമർശനങ്ങൾ CPI ഇതിനു മുമ്പും പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. നേരത്തെ സർക്കാരിൻ്റെ മുഖം വികൃതമാണെന്നും സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും സർക്കാർ കൂടുതൽ ജനകീയമാകണമെന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എങ്കിൽ ഇപ്രാവശ്യം തിരുവനന്തപുരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പല ആളുകളും ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാണ്. പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ആലപ്പുഴയിലെ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്നത് BJP എതിർക്കാൻ കോൺഗ്രസ്സാണ് മികച്ച പാർട്ടി എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതും പരനാറി പോലുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണെന്നും അവസാനം ഈ കുർലോസ് തിരുമേനിക്കെതിരായിട്ടുള്ള വിവരദോഷി പ്രയോഗം പോലും അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റാൻ തയ്യാറല്ല എന്നും അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാകില്ല എന്നുമാണ് ആലപ്പുഴയിലെ കൗൺസിലിൽ പല ആളുകളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഘടകകക്ഷിയുടെ 2 ജില്ലാ യോഗങ്ങളിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം പോലും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ശൈലി മാറ്റിയേ മതിയാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ശൈലിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായും ജനങ്ങൾ നന്ദിവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഈ തിരഞ്ഞെടുപ്പ് 2019 നിന്ന് മാറി 2024 വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന ശക്തമായ താക്കീതും പാഠവും ഉണ്ട്. അത് സ്വന്തം വോട്ട് ചോർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ചില പ്രത്യേക വിഭാഗങ്ങൾ മറ്റൊരു ചേരിയിലേക്ക് മാറുന്നു, ആ ചേരി കൂടുതൽ ഊർജ്ജം കൊള്ളുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് 2019 13% വോട്ടാണേ BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 16.68%, 17%, 4% വോട്ട് ഉയർത്തിയിരിക്കുന്നു. അവർ ക്രിസ്തുമത വിശ്വാസികൾക്കിടയിലേക്ക് ഒരു ഇൻറോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ആ വിഭാഗം കുറച്ചുകൂടി BJPയുമായിട്ട് ഐക്യപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യം മാത്രമല്ലല്ലോ, സ്വന്തം വോട്ട് ബാങ്ക് ആയിട്ടുള്ള പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് വഴിമാറി നടക്കുന്നു. അവരുടെയും ഒരു എന്താ പറയുക പ്രതീക്ഷയായിട്ട് BJP മാറുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ CPM-നെ സംബന്ധിച്ചും അതുപോലെ തന്നെ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചും ഒരു ശൈലി മാറ്റം അനിവാര്യമാണ്. ആ ശൈലി മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ PBയുടെ ഒക്കെ വിലയിരുത്തൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, 2019 2024 ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മാത്രമല്ല പഠിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, കേരളത്തിൽ CPM-ന്റെ വോട്ട് ബാങ്കിൽ എന്തുകൊണ്ട് ചോർച്ചയുണ്ടാകുന്നു എന്ന് കൂടി പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പഠനം നിശ്ചയമായും ഒരു നല്ല മുഖമായിട്ട് ഈ ജനങ്ങളോട് അടുത്തിടപഴകുന്ന, സ്നേഹത്തോടുകൂടി ഇടപഴകുന്ന, ധാർഷ്ട്യമൊക്കെ മാറ്റിവെച്ച് ജനകീയമാകുന്ന ഒരു പ്രതിച്ഛായയിലേക്ക് CPM-ന്റെ നേതൃത്വവും സർക്കാരിൻ്റെ നേതൃത്വവും മാറിയില്ല എങ്കിൽ
ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് വലിയ തോൽവിയായിരിക്കും 2026. അത് നമ്മൾ ഈ ചെറിയ കണക്കിലുള്ള തോൽവിയൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ 99 സീറ്റുണ്ട്. ഇനിയിപ്പോൾ 26-ൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും എന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ പാർട്ടിക്കുണ്ട്. പാർട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്കുമുണ്ട്. ആരെന്താ ചോദിക്കാൻ വന്നു? ഈ കണക്കിൽ ലോക്സഭയുടെ കണക്കിൽ നോക്കിയാൽ 19 നിയമസഭാ മണ്ഡലങ്ങളിലേ ലീഡുള്ളൂ. അതാണ് 19 നിയമസഭാ മണ്ഡലങ്ങളിലെ ലീഡുള്ളൂ. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ആർക്കാ BJPക്ക് ലീഡ്? ആ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ആരാ ഉള്ളത്? ആരുടെ MLA-മാരാ ഉള്ളത്? CPM-ന്റെ MLA-മാരാണുള്ളത്, മന്ത്രിമാരുടെ മണ്ഡലത്തിൽ. ആ അർത്ഥത്തിലൊക്കെ ഒരു വലിയ വെല്ലുവിളി CPM ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് ഈ എന്താ പറയുക, ചിരിക്കുന്നതിൻ്റെ രീതിയല്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ രീതിയല്ല. ശരിയാണ്. ഇപ്പോൾ കുർലോസ് തിരുമേനി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടേ, ഈ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റിവെക്കണം, അങ്ങനെ നമ്മൾ നിഷ്കർഷിക്കരുത്, അങ്ങനെ നമ്മൾ കടുപിടുത്തം പിടിക്കരുത്. എനിക്കെപ്പോഴെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്. അത് മുഖ്യമന്ത്രിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കണം. അല്ലാതെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാവരെയും തോളത്ത് തട്ടി എല്ലാവരെയും ചിരിച്ച് കാണിക്കുക, അങ്ങനെയുള്ളൊരു ശൈലിയിലേക്കൊന്നും മാറേണ്ട കാര്യമില്ല എന്ന് കുർലോസ് തിരുമേനി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. പക്ഷേ ഒരു പദവിയിലിരിക്കുന്നയാൾ ആ പദവിക്ക് എപ്പോഴും ഈ അധികാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം, അധികാരം ആളുകൾക്ക് ഭയം കൂടി സൃഷ്ടിക്കും, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും നിലവാരത്തിൽ ചൂടായി നിങ്ങൾ എന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാനൊരു അധികാരിയല്ല. മറിച്ച് ഒരു അധികാരിയാണ് നിങ്ങളോട് ദേഷ്യപ്പെടുന്നതെങ്കിൽ അധികാരിയുടെ എല്ലാ സർവ്വസന്നാഹങ്ങളോടെയാണ്, ആ പോലീസ് അടക്കമുള്ള സന്നാഹങ്ങളോടെയാണ് അദ്ദേഹം ചൂടാകുന്നതും ദേഷ്യം പിടിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഭയപ്പെടും. അപ്പോൾ ആ രീതിയിൽ ഭയങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നല്ല സ്നേഹത്തോടുകൂടി പെരുമാറാൻ കഴിയുക, ചിരിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, അങ്ങനെയൊക്കെയുള്ള ഒരു ജനകീയ മുഖത്തിലേക്ക് ഒക്കെ മാറേണ്ടതുണ്ട്. അത് അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ആ രാഷ്ട്രീയ അനിവാര്യതകൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്ന ചിരിയും ഒക്കെ വിട്ടേക്ക്. നിങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ അടിത്തറയിൽ ഉണ്ടായിരിക്കുന്ന ചോർച്ചയെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വയം നവീകരണത്തിന് CPM തയ്യാറാകണം, CPM നേതൃത്വം തയ്യാറാകണം, സർക്കാർ തയ്യാറാകണം. അങ്ങനെ ഒരു ശൈലി മാറ്റം ഉണ്ടായില്ല എങ്കിൽ അപകടകരമായൊരു സ്ഥിതിയിലേക്കാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി പോകുന്നത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം നിശ്ചയമായും ഈ സമൂഹത്തിന് ആവശ്യമാണല്ലോ, ഈ സംസ്ഥാനത്തിന് ആവശ്യമാണല്ലോ. അതൊരു പ്രതിരോധത്തിൻ്റെ പ്രസ്ഥാനമാണ്. അത് പലതരത്തിലുള്ള വിഭാഗീയതയും പലതരത്തിലുള്ള സാമൂഹിക ഭീഷണികളെയും ചെറുത്തു തോൽപ്പിക്കാൻ എക്കാലവും മുന്നിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളം കെട്ടിപ്പടുക്കുന്നതിന് നൽകിയിട്ടുള്ള സംഭാവനകളെ ഒട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല. നമ്മൾ ഏറ്റവും ഉയർത്തിപ്പിടിക്കേണ്ട പല മൂല്യങ്ങൾക്ക് വേണ്ടിയും ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന, രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതിനൊരു അപജയം സംഭവിച്ചുകൂടാ, അത് പിന്നോട്ടടിക്കപ്പെട്ടുകൂടാ. അങ്ങനെ പിന്നോട്ടടിക്കപ്പെട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്താ പറയുക വിപത്തുകൾ വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വയം വിമർശനപരമായി CPM ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടൊരു ശൈലീ മാറ്റത്തിലേക്ക് വരണം. ആ ശൈലീ മാറ്റം CPM-നെ കൂടുതൽ ജനകീയമാക്കുകയും സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഇടവേളയ്ക്കു ശേഷം തുടരാം. ഷോർട്ടാക്കി മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ശൈലി മാറ്റണോ എന്നതാണ് ചോദ്യം. ശൈലി മാറണം എന്നു തന്നെയാണ് അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർലമെന്ററി സംവിധാനത്തിൽ തുടർച്ചയായി അധികാരം കിട്ടുമ്പോൾ സംഭവിക്കാവുന്ന അപജയത്തിൻ്റെ ശീലങ്ങൾ, അപജയത്തിൻ്റെ ലക്ഷണങ്ങൾ കേരളത്തിലും കണ്ടുവരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, പിണറായി വിജയൻ എന്ന നേതാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രതികരണങ്ങൾ മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 5-6 വർഷങ്ങളായി നമുക്ക് കാണാം. ചുരുങ്ങിയ പക്ഷം കഴിഞ്ഞ 3 വർഷങ്ങളായെങ്കിലും വ്യത്യസ്ത സാംസ്കാരിക നായകന്മാരുടെ പ്രതികരണത്തിൻ്റെ ശൈലി ഒന്ന് പ്രേക്ഷകർ എടുത്തു നോക്കിയാൽ മതി. അതെന്തുകൊണ്ടാണ്? ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. സച്ചിദാനന്ദൻ മാഷ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതുപോലെ 2 ടേം ഒരു പാർട്ടി അഹങ്കാരികളാക്കുകയും 3ാമത്തെ ടേം നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ സഖാക്കളോട് പറയുകയാണ്, അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. കാരണം അത് പാർട്ടിയുടെ അവസാനമായിരിക്കും. അത് ദേശീയ രാഷ്ട്രീയത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള സച്ചിദാനന്ദൻ മാഷിൻ്റെ ഒരു അഭിമുഖമായിരുന്നു. ആ അഭിമുഖം വിവാദമായതിനു ശേഷം സച്ചിദാനന്ദൻ മാഷിന് ആ പ്രസംഗം തന്നെ ഒടുവിൽ തിരുത്തേണ്ടി വന്നു. ആ പ്രസംഗത്തിൽ താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതല്ല എന്ന് പറയേണ്ടി വന്നു. വളരെ സുവ്യക്തമായ രീതിയിൽ, കൃത്യമായ ശൈലിയിൽ തന്നെയാണ് സച്ചിദാനന്ദൻ മാഷ് അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പിൻവലിക്കേണ്ട ഒരു സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായത്? MN വിജയൻ മാഷ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവും, പക്ഷേ പാർട്ടിക്കൊപ്പം ജനങ്ങളുണ്ടാവില്ല. എന്താണ്? അധികാരം എപ്പോഴും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ CPM-ൻ്റെയും BJP-യുടെയും മത്സരത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് അടിസ്ഥാനമായൊരു പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു വർഗാധിഷ്ഠിതമായിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ശൈലി ഒരു പക്ഷേ അധികാരത്തിലേക്ക് അടുക്കുന്ന സമയങ്ങളിൽ, ചില സമയങ്ങളിലെങ്കിലും നഷ്ടം വന്നേക്കാം. അത് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കേണ്ട പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ജൈവിക ബുദ്ധിജീവികളാണ് ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക ഇടങ്ങളും. ആ സാംസ്കാരിക ഇടങ്ങൾ പോലും
പിണറായി ശൈലിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അത് യഥാർത്ഥത്തിൽ പാർട്ടിക്കോ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനോ ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് മാറേണ്ടത് പാർട്ടി മാത്രമല്ല, പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ബഹുജന വർഗ സംഘടനകൾ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ 8 വർഷത്തിനു ശേഷം SFIക്ക് അധികാരം നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്? എന്തുകൊണ്ടാണ് പൂക്കോട് നടന്ന സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കോ പാർട്ടിയിലെ സാംസ്കാരിക നായകന്മാർക്കോ വ്യത്യസ്തമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഗീവർഗീസ് കുറിലോസ് തിരുമേനിയെ ഈ പറയുന്ന വിവരദോഷി എന്ന രീതിയിലുള്ള വ്യാഖ്യാനം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്നും സാംസ്കാരിക നായകന്മാർക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള ഒരു ഇടതുപക്ഷം സാംസ്കാരിക മേഖലയിൽ ഉണ്ടാകാതെ പോകുന്നത്? മാധ്യമങ്ങളിലടക്കമാണ് കേട്ടോ. നമ്മൾ രണ്ട് രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നവർ, അതല്ലെങ്കിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നവർ. ഈ രീതിയിലേക്ക് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം ഇങ്ങനെ സംസാരിക്കുന്ന നമ്മളെപ്പോലും വളരെ വേഗം നിങ്ങൾ വർഗരാഷ്ട്രീയത്തിൻ്റെ മറ്റേ അറ്റത്ത് നിർത്തുകയും നിങ്ങൾ പാർട്ടി വിരുദ്ധരാണെന്നും ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ ഈ അപകടത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അതുകൊണ്ട് ശൈലി മാറ്റേണ്ടത് പാർട്ടി മാത്രമല്ല, പാർട്ടിയെ പിന്തുണച്ചു നിർത്തുന്ന ബഹുവർഗ സംഘടനകൾ കൂടിയാണ്, സാംസ്കാരിക പരിസരം കൂടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയും. ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ശ്രദ്ധാപൂർവം നോക്കിയ തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിലൊന്ന് തപാൽ വോട്ടുകളിൽ സംഭവിച്ചിരിക്കുന്ന കുറവാണ്. നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, നമ്മൾ ഇന്നവരെ കേട്ടിട്ടില്ല തപാൽ വോട്ടുകൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ എണ്ണുമ്പോൾ മിക്കവാറും മണ്ഡലങ്ങളിൽ LDFനാണ് ലീഡ് ഉണ്ടാവുക. കാരണം വളരെ കൃത്യമായി ഓർഗനൈസ് ചെയ്യപ്പെട്ട സർവീസ് സംഘടനകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും സർവീസ് വോട്ടുകളിൽ എന്ന് മാത്രമല്ല, ഈ വീട്ടിലെത്തി വോട്ട് ചെയ്തവരുടെ വോട്ടർ എണ്ണി തുടങ്ങുമ്പോൾ അതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പിന്നിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലും ഒപ്പം ഈ ബഹുജന വർഗ സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന NGO യൂണിയനിലും ഒക്കെ പ്രവർത്തിക്കുന്നവർ, കേഡർ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ പോലും, പാർട്ടി അനുഭാവികൾ പോലും പാർട്ടിക്കെതിരായി മാറുന്ന വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വോട്ടിങ്ങിൽ മാത്രമല്ല, അത് നിരന്തരമായ വിമർശനത്തിൻ്റെ ശൈലിയിലൂടെ മാത്രമേ അത് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ. പക്ഷേ പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രതികരണത്തെ നമ്മൾ മാറ്റുന്നതെങ്കിൽ അത് അപകടകരമായ ഒരവസ്ഥയുണ്ടാക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. മറ്റൊരു ഉദാഹരണം പറയാം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ ചർച്ച ചെയ്തല്ലോ. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി ഈ തിരഞ്ഞെടുപ്പിൽ CPMനെതിരെ വോട്ട് രേഖപ്പെടുത്താൻ. കൺമുന്നിൽ കണ്ട കാഴ്ചയാണ്. പൂച്ചട്ടിയെടുത്ത് തലയ്ക്കടിച്ച് നിങ്ങൾ ഒരാളെ അപകടത്തിലാക്കുമ്പോൾ, അയാളെ നിങ്ങൾ പരിക്കേൽപ്പിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ആ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ശൈലിയെ വിമർശിക്കാനോ അത് മാറ്റണമെന്ന് പറയാനോ പാർട്ടിയോ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന സാംസ്കാരിക നായകന്മാരോ തയ്യാറായിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കുറ്റകരമായ മൗനം പാലിച്ചിരിക്കുന്ന സാംസ്കാരിക പരിസരത്തെ നായകന്മാരും ആ അർത്ഥത്തിൽ ശൈലി മാറണം എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണുന്നതേയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിൻ്റെ ആശയ പരിസരം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് ദ്വിമുഖമായ ആശയ പരിസരത്ത് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഇന്ത്യ മുന്നണി നേരിട്ടത്. അത് തീർച്ചയായും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൻ്റെതാണ്. അവിടെ കാസ്റ്റ് സെൻസസിൻ്റെ രാഷ്ട്രീയമുണ്ട്, അവിടെ ഒപ്പം തന്നെ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, സാമൂഹികമായി ഉൾച്ചേർക്കലിൻ്റെ രാഷ്ട്രീയമുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പിടിച്ചു നിർത്തുന്നത് ഒപ്പം തന്നെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ, ഒപ്പം തന്നെ കർഷകരുടെ ഈ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും ഇടതുമുന്നണി വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. പ്രത്യേകിച്ച് കർഷക സമരങ്ങളിൽ ഇടതുമുന്നണിയാണ് അതിൻ്റെ പ്രായോഗികമായ ആശയ സിദ്ധാന്തം തന്നെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ സംഘടനകളുടെ വിവിധ സമരങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ദേശീയ പണിമുടക്കുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രമെടുത്തു നോക്കിയാൽ ഏകദേശം ഈ അസംഘടിത തൊഴിലാളികളാണ് 95%. ആ അസംഘടിത തൊഴിലാളികളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഉണർത്താൻ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോദി വിരുദ്ധമായിട്ടുള്ള ഈ വോട്ടിംഗ് ശൈലിയിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയ പരിസരമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആശയമാണ് ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ നേടിയിരിക്കുന്ന 5 സീറ്റുകളിൽ നിന്ന് 8 സീറ്റുകൾ എന്ന നാമമാത്രമായ വളർച്ചയുണ്ടായിട്ടുള്ളതെങ്കിലും അത് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്ന രാഷ്ട്രീയമായ മാറ്റത്തിൻ്റെ സോഫ്റ്റ്വെയറായി, ആശയ പരിസരമായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന ആശയത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. പക്ഷേ അത് കേവലം നമ്പറിൽ മാത്രമല്ല, ഇടതിൻ്റെ ആശയ പരിസരത്താണ്.
എന്നുള്ളതാണ്. പക്ഷേ അത് കേരളത്തിൽ വന്നപ്പോൾ എന്തു സംഭവിച്ചു? മാറിയ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ വർഗസമരത്തിൻ്റെ ആശയങ്ങളും ഒപ്പം തന്നെ തങ്ങൾ കൈക്കൊള്ളേണ്ട രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രവും ഇക്കാര്യത്തിലൊരു വൈരുദ്ധ്യം അവിടെ ഉണ്ടായി. ദേശീയ തലത്തിൽ ഒരു സമീപനവും സംസ്ഥാന തലത്തിൽ മറ്റൊരു സമീപനവും സ്വീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ CPM എത്തപ്പെട്ടു. നമ്മൾ പുറത്തുപോയി ചർച്ച ചെയ്യുമ്പോൾ ചില അതിഥികളും നാട്ടുകാരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദേശീയ തലത്തിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്ന് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സംസ്ഥാനത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ഏറ്റവും മോശമായ കാൻഡിഡേറ്റായി ചിത്രീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിനു പുറത്ത് CPM-മായി സഖ്യത്തിലിരിക്കുന്ന കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് പാർട്ടിയുടെ മുഖപത്രം എഴുതുന്നു. നോക്കൂ, ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ മുഖപത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: 50 കടക്കില്ല കോൺഗ്രസ് എന്നാണ്. അതേസമയം ഇന്ത്യക്ക് പുറത്ത് കോൺഗ്രസുമായി സഖ്യം ചേരുന്ന ഇടങ്ങളിലെല്ലാം, തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഡിണ്ടിഗലിൽ, മധുരയിൽ ഒക്കെ എങ്ങനെയാണ് CPM കോൺഗ്രസുമായി സഖ്യത്തിലാവുന്നത്? അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിനുള്ളിലെ പാർട്ടിയിലെ പത്രം എഴുതുകയാണ്, ഇന്ത്യ മുന്നണിയിൽ തങ്ങൾ കൂടി സഖ്യം ചേർന്നിരിക്കുന്ന ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ നയിക്കുന്ന കോൺഗ്രസ് 50 കടക്കില്ല എന്ന് പാർട്ടി പത്രം എഴുതുന്നത് സ്വാഭാവികമായും വോട്ടിൽ ഒരു ആശങ്ക സൃഷ്ടിക്കും. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ സ്വീകരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയായി മാറി. നമുക്കുണ്ടാവേണ്ടത് ദേശീയ തലത്തിലെ ഒരു ആശയമാണെങ്കിൽ ആ ദേശീയ തലത്തിലെ ആശയങ്ങൾക്കൊപ്പം നിൽക്കാം. ഇതൊരു ഫ്രണ്ട്ലി മാച്ചായി നമുക്ക് മത്സരിക്കാം. പക്ഷേ അങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുമായി പിണറായി വിജയൻ ഏറ്റുമുട്ടിയത്? ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന അതേ അളവിലെങ്കിലും ചുരുങ്ങിയ പക്ഷം രാഹുൽ ഗാന്ധിയെ കൂടി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ് കേരളത്തിൽ. അത് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതായിരുന്നില്ല. ദേശീയ തലത്തിലെ വൈരുദ്ധ്യവും സംസ്ഥാന തലത്തിലെ വൈരുദ്ധ്യവും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട അത്തരം തിരഞ്ഞെടുപ്പ് വേളകളിൽ ഈ ശൈലിയും തന്ത്രവും സ്വീകരിക്കുന്ന കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റം വരണം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ടേക്ക്. മൂന്നാമത്തത് നോക്കൂ, സമുദായ എഞ്ചിനീയറിംഗ്, സോഷ്യൽ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് ദയനീയമായി പരാജയപ്പെട്ടു പോയൊരു തിരഞ്ഞെടുപ്പാണ് ഇക്കുറി കണ്ടത്. അതാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്. BJPയുടെ വളർച്ച വളരെ നിശബ്ദമായിരുന്നു. നിശബ്ദമായി BJP വളർന്ന ഇടങ്ങളിലെല്ലാം പിന്നാക്കം പോയിരിക്കുന്നത് കോൺഗ്രസിനോടൊപ്പം CPM-ഉമാണ്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു കണക്ക് ഞാൻ പറയാം. ആലപ്പുഴയിൽ ഒന്ന് വരൂ. ആലപ്പുഴ ഈ ഈഴവ വിഭാഗത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന ഇടങ്ങളിലെല്ലാം BJPയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് CPM-നാണ്. 11% ആലപ്പുഴയിലെ BJPയുടെ വളർച്ച. 11% വളർച്ചയാണ്. അതേസമയം നോക്കൂ, വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് നോക്കൂ. ചേർത്തലയിൽ മാത്രം എടുത്തു വരൂ. കഴിഞ്ഞ തവണ ആരിഫ് 16,894 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ് ചേർത്തല. ആ ചേർത്തലയിൽ BJPക്ക് 40,474 വോട്ടുകൾ കിട്ടുകയാണ്. ചെറിയ കണക്കല്ല. എന്തുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടാവുന്നത്? ചേർത്തലയിലെ കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് CPM-ന്റെ ഫോൾഡിൽ നിന്ന് അകന്നു പോകുന്നത്? കണ്ണൂരിൽ തീയ വോട്ട് ബാങ്കിൽ നിന്ന് CPM-ൽ നിന്ന് വോട്ടകന്ന് BJPയിലേക്ക് പോവുകയാണ്. അതല്ലെങ്കിൽ UDF-ലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കായംകുളത്ത് മൂന്നാമതെത്തുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് BJPയുമായുള്ള വ്യത്യാസം 5352 വോട്ടാണ്. വിപ്ലവഭൂമിയായ അമ്പലപ്പുഴയിൽ എത്രയാണെന്ന് അറിയാമോ? 112 വോട്ടുകൾക്ക് മാത്രം പിന്നിലാണ് LDF എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ചിത്രം. ഈ ചിത്രങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് കമ്മ്യൂണിറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇസ്ലാമോഫോബിക്കായ ഒരു നരേഷനെ, ഇസ്ലാമോഫോബിക്കായ ഒരു ആഖ്യാനത്തെ ഈഴവ സമുദായം ഉൾക്കൊണ്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് അത്യന്തം അപകടകരമാണ്. പൗരത്വത്തിനു വേണ്ടി, ഒപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമത്തിനു വേണ്ടി, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുന്ന ഘട്ടത്തിൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇടതുമുന്നണിക്ക് സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദുമതത്തിലോ ക്രിസ്തു മതത്തിലോ ആ സമൂഹങ്ങളിലെ ഏതെങ്കിലും ഒരു സമുദായം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിന് കീഴ്പ്പെടാതെ ഇരിക്കാൻ ഇനി സാധ്യതയില്ല എന്നുള്ളതാണ്. ഇടമലക്കുടിയിൽ CPM-നോളം പോകുന്ന അംഗസംഖ്യ ആർക്കുണ്ട്? BJPക്കുണ്ട്. ഏകാദിവാസി പഞ്ചായത്താണ്. അപ്പോൾ ആദിവാസി മേഖലകളിലേക്ക് BJPക്ക് റോഡ് വെട്ടാൻ സാധിക്കുന്നു. ഈഴവ മേഖലയിലേക്കും തീയ മേഖലയിലേക്കും വോട്ട് വെട്ടാൻ സഹായിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് BJPയുടെ വളർച്ച സഹായിക്കുന്നു. ഇവിടെയെല്ലാം CPM ഉണ്ടാക്കിയിരിക്കുന്ന ബേസിൽ സംഭവിക്കുന്ന ചോർച്ച ചെറുതല്ലാത്തതാണ്. മൊത്തത്തിലെടുക്കുമ്പോൾ ശതമാനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് കണക്ക് പറയുമ്പോഴും ബേസിലെ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന വോട്ട് ഷിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും
കോവിഡ് കാലത്ത് പിണറായി വിജയൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്. മാധ്യമങ്ങളെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് എല്ലാ ടെലിവിഷനുകളുടെയും റേറ്റിംഗ് ചാർട്ടിൽ ഒന്നാമത് നിന്നിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വൈകുന്നേരത്തെ പത്രസമ്മേളനങ്ങളായിരുന്നു. ഈ ടെലിവിഷൻ സീരിയലുകളെ പോലും കവച്ചുവെച്ച പത്രസമ്മേളനങ്ങളായിരുന്നുവെല്ലാം. ബ്രേക്കിലായിരുന്നു, ഇടവേള പോലും കൊടുക്കാതെയാണ് നമ്മളത് തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നത്. ആ ഘട്ടത്തിലെല്ലാം പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയിൽ ഒരു കരുതലുണ്ടായിരുന്നു. ആ കരുതലിൽ മനുഷ്യർക്ക് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചത് ഞാൻ കേൾക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടിന് പുറത്ത് വെള്ളം വയ്ക്കണം, പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും ഈ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ മറ്റെങ്ങും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും, ഈ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതൊക്കെ പറഞ്ഞ് കരുതലിൻ്റെ ശബ്ദമായി തീരുന്ന ഒരു പിണറായി വിജയനുണ്ട്. അവിടെയാണ് ജനങ്ങൾക്ക് സർക്കാരുമായിട്ടുള്ള അകലം കുറയുകയും അടുത്തു വരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ കിറ്റടക്കമുള്ള സാമൂഹികമായിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കരുതലിൻ്റെ ഭാഗമായൊരു സ്റ്റേറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ 2021 ശേഷം അതേപടി നിലനിർത്താൻ ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. പാർട്ടി ഘടകങ്ങൾ ശരിയാണ്, DYFI പൊതിച്ചോറ് വഴിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് DYFIയിൽ മാത്രമായി ആ ഘട്ടത്തിൽ മാത്രമായി ചുരുങ്ങുന്നു. പക്ഷേ അത് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഒരു DYFI നേതാവിന് വിളിച്ചു പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്തത് എന്ന ചോദ്യത്തിന് ഭാഗമായി DYFI ചെയ്ത സേവനങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്തില്ല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട സംവാദത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ ട്രോളുകളാണ് കൊല്ലത്ത് നടന്ന ചർച്ചയിൽ. ഇതൊക്കെ ജനമനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നത് പാർട്ടി മനസ്സിലാക്കുകയും അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ കൂടി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകലാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, ഒരു ഭാഗത്ത് കേരളീയം പോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകർത്താക്കൾ അവരുടെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണെങ്കിലും വിദേശ യാത്രകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവും. മറിയ ചേച്ചി എന്നുള്ളതൊരു വലിയ പ്രതിപക്ഷത്തിൻ്റെ സിമ്പലാണ്. അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നതാണ് ചോദ്യം. നവകേരള സദസ്സ് നിങ്ങൾ കൊണ്ടുവന്നു, ഒരു നല്ല എക്സസൈസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തികമായി ലക്ഷ്യം പരാജയപ്പെട്ടത് കോട്ടയത്തെത്തുമ്പോഴാണ്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ ആ വേദിയിൽ നിന്ന് ഇറക്കിവിടുന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. എന്താണ് അവിടെ ആ വേദിയിൽ നിന്ന് ഇറക്കിവിടുന്നു എന്ന് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തിരുത്തിയത്, ക്ഷമിക്കണം, ഇറക്കിവിട്ടു എന്നല്ല. എന്താണ് തിരുത്തിയത്? ഈ തോമസ് ചാഴിക്കാടന് കാര്യം അറിയില്ല, ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? തോമസ് ചാഴിക്കാടൻ കരുതിയിരുന്നത് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളൊരു തുറന്ന വേദിയാണ് എന്നാണ്. പക്ഷേ അത് ദേശീയ ഗവൺമെൻറ്റിനെതിരെ, നാഷണൽ ഗവൺമെൻറ്റിനെതിരെ ഒരു വിമർശന വേദിയാണ് അത് എന്ന് പാവം ചാഴിക്കാടന് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് പിന്നീടാണ് CPM അതിൻ്റെ നവകേരള സദസ്സിൻ്റെ ഡെഫിനിഷൻ മാറ്റുന്നത്. ഇത് സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിശദീകരണ യോഗമാണ് നവകേരള സദസ്സ് എന്നതിലേക്ക് അത് ചുരുക്കുന്നു. പക്ഷേ ജനമതല്ല പറഞ്ഞത്, ജനമതല്ല കരുതിയത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ, ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ മറിച്ചൊരു പ്രതിച്ഛായ നിർമ്മിതി സൃഷ്ടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ സമയം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയും ഇതേ പരാജയത്തിൽ നിന്ന് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പാർട്ടി അഭിമുഖീകരിച്ചു, വൻ വിജയം നേടി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ തിരിച്ചുവരവും ഇടതുപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ശൈലി തിരുത്തേണ്ടതില്ല എന്നല്ല, ശൈലി മാറ്റേണ്ടതുണ്ട്. ആഴത്തിലുള്ള പഠനങ്ങളും ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്നാണ് എൻ്റെ ടേക്ക്. ഞാൻ ആൻഡ്രോയിലേക്ക് വരാം, ഒരു ചെറിയ ഇടവേളയ്ക്ക്. എഡിറ്റേഴ്സ് തുടരുന്നു. ശൈലി മാറ്റണോ എന്നാണ് ചോദ്യം. ആൻഡ്രോ, നോക്കൂ, 2019 ഇലക്ഷനിൽ കേരളത്തിലെ മികവുറ്റ സ്ഥാനാർത്ഥികളെയായിരുന്നു ഇടതുപക്ഷം ഇറക്കി. 2019 ഇലക്ഷനാണ് ഞാൻ പറയുന്നത്. കോഴിക്കോടൊക്കെ പ്രദീപ് കുമാറിനെ പോലെ ഭയങ്കര മുതിർന്ന ബാലഗോപാലിനെ പോലെയുള്ള എത്ര MLA, രാജീവിനെ പോലെയുള്ള ആൾക്കാർ, ഇവരൊക്കെ വളരെ പി ജയരാജൻ ഭയങ്കര പ്രധാനപ്പെട്ട CPMൻ്റെ വലിയ മുഖങ്ങളെ. അന്ന് അവരെടുത്തൊരു നിലപാട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സിമ്പിളായി ജയിച്ച് കയറാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഇലക്ഷൻ അവർ നേരിടുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അന്ന് അവർ എതിര് പ്രതീക്ഷിച്ചിരുന്നത് ശബരിമല ഇമ്പാക്റ്റാണ്. ശബരിമലയെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങളിൽ സമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ അവർ ഇറക്കാൻ കാരണം. പക്ഷേ രാഹുൽ ഗാന്ധി വന്നു, രാഹുൽ ഗാന്ധി ഇമ്പാക്റ്റ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നു. അങ്ങനെ ആ ഇലക്ഷനിൽ 19-1 ഒതുങ്ങേണ്ടി വരുന്നു. ആ സമയത്തും BJP ചെറിയ അനക്കം ആ സമയത്തും BJP നേടിയിട്ടുണ്ട് വോട്ടിംഗ് ഷെയറിൽ. പക്ഷേ 2021 ഇവർ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 2024 വന്നപ്പോൾ ആരും അങ്ങനെ ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്ന തിരിച്ചടികളെ ഒന്നും ഇവർ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. 2019 എന്ത് സംഭവിച്ചു, എങ്ങനെയായിരിക്കും ഇപ്രാവശ്യം ഇലക്ഷനിൽ ബാധിക്കാൻ പോകുന്നത്, ഏത് സമയത്ത് എങ്ങനെയാണ് നമുക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്, BJP എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ ഒന്നും ഇവർ കൈകാര്യം ചെയ്തില്ല. പക്ഷേ ഇവരൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇവരെടുത്തത് നവകേരള സദസ്സ്.
എന്ന് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു യാത്ര നടത്തി. ആ യാത്ര ശരിക്കും ഇവരെ പടുകുഴിയിൽ വീഴ്ത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കി. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സ്റ്റേറ്റിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് വരെ ഇവർ തന്നെ പോകുന്നു, ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവർ തന്നെ സംസാരത്തിൽ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു, അത് ചർച്ചയാകുന്നു, അടിയാകുന്നു, ചെടിച്ചട്ടി പ്രയോഗവും, വലിച്ച് കനാലിൽ മതിൽ പൊളിക്ക്, കനാലിലിടുന്നു, പോലീസുകാരുടെ അടി, ഗൺമാൻ, ഇതൊക്കെ അങ്ങ് പ്രശ്നങ്ങളോട് പ്രശ്നം. ഇലക്ഷൻ പിന്നെ ചർച്ച ചെയ്തത്, ഇലക്ഷൻ്റെ തൊട്ട് മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്തൊക്കെ സാമൂഹിക പ്രവർത്തനം എന്തൊക്കെയായിരുന്നു? കിറ്റ്, സാമൂഹ്യ പെൻഷൻ എല്ലാവർക്കും കറക്റ്റായിട്ട് എത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫ്ലഡിനിടയ്ക്കും മറ്റുള്ള പിന്നെ കോവിഡിൻ്റെ ഇടയ്ക്കും ജനങ്ങളെ കരുതലോടുകൂടി സമീപിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു വലിയ നരേറ്റീവ് അവർക്ക് നിയമസഭാ ഇലക്ഷൻ്റെ സമയത്തേക്ക് ആ സംവിധാനത്തെ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാനേ പറ്റിയില്ല. പെൻഷൻ മുടങ്ങി. പെൻഷൻ എപ്പോഴാണ് കൊടുക്കുന്നത്? 4 മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ്റെ ദിവസങ്ങളുള്ള സമയത്താണ് കൊടുക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുള്ള. പിന്നെ അതിനകത്ത് ഞാൻ കാണുന്നൊരു വേറെ ഒരു കാര്യം, നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഈ BJP തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന, കോൺഗ്രസിനെ പോലെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ ആവശ്യമില്ല, അതുകൊണ്ട് ഹിന്ദുക്കൾക്കെല്ലാം BJP-നോടാണ് താല്പര്യം എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നു തുടങ്ങിയെന്നേ ഞാൻ പറയുന്നത്. തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികൾക്ക് ഇവിടെ മുസ്ലിം പാർട്ടികൾ നിൽക്കുകയാണ്, മുസ്ലിം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി, മുസ്ലിം ലീഗ് പോലത്തെ പാർട്ടികൾ നിൽക്കുകയാണ്. ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ നിൽക്കുകയാണ്. ഇപ്രാവശ്യം കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടി പിന്നെ കോൺഗ്രസിലേക്ക് എങ്ങാനും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ഒരു പരിധി വരെയുള്ള LDFിൻ്റെ സപ്പോർട്ട്, ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ മുസ്ലിം ലീഗ് അവരുടെ പക്ഷത്താണ്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി, ഇവരെ കൂടെ നിന്ന് ഈഴവ കമ്മ്യൂണിറ്റി BJP-നോട് അടുക്കുകയാണ്. ഹിന്ദു പാർട്ടി, ഈഴവ ഹിന്ദുസുകളും അല്ലെങ്കിൽ നായന്മാരും എല്ലാം BJP-നോട് അടുക്കാനുള്ള സംവിധാനം വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഏത് പൊസിഷൻ? പണ്ട് ഇടതുപക്ഷത്തിനൊരു ചിന്താഗതിയും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു. ആ പറയുന്ന ഒരു പൊസിഷനിൽ ശരിക്കും ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂരൊക്കെ BJP-ൻ്റെ വളർച്ച നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര വലുതാണ്. 11% ആലപ്പുഴയെ പോലെ സ്ഥലത്താണ് ഓർക്കണം. അവിടെ എന്താണ് ആരിഫ് MP അതിന്ന് പിന്നെ വെള്ളാപ്പള്ളി നരസിംഹ ആരിഫ് തോക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ വെള്ളാപ്പള്ളിന് ഇപ്പോഴാണ് സപ്പോർട്ട് ചെയ്തെങ്കിൽ കൂടെ പറഞ്ഞ എങ്ങനെയാണ്, ആരിഫ് നോക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്, ഇവരുടെ എല്ലാവരും മനസ്സിൽ തന്നെ ഒരു BJP അനുകൂല സംവിധാനം നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയ വോട്ടിനേക്കാളും മേലേക്കാണ് പോയത്, പിന്നെ താഴേക്കല്ല. ഞാൻ പറഞ്ഞത് V മുരളീധരൻ വന്നിട്ട് വോട്ട് കൂടുകയത് 32, 31, 30 ഇങ്ങനെയാണ് ശതമാനം. 32% അടൂർ പ്രകാശിന്, തിരുവനന്തപുരത്ത് 35. അല്ല ഞാൻ പറയുന്നത് ഓരോ ആലപ്പുഴയിൽ ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വോട്ട് ശതമാനത്തിൻ്റെ വ്യത്യാസത്തിനാണെന്നറിയോ? 3.4%. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇടതുപക്ഷ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്, കോൺഗ്രസ് വോട്ട് BJP-യിലേക്ക് പോകുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് വോട്ട് BJP-ക്ക് പോകുമ്പോൾ കേരളത്തിൽ സംഭവിക്കുക ഇടതുപക്ഷ വോട്ട് BJP-യിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഹിന്ദു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് CPM ആണ് കേരളത്തിൽ. അപ്പോൾ CPM-ൻ്റെ അകത്ത് ഹിന്ദു വോട്ട് ചോർച്ചയും മുസ്ലിം വോട്ട് ചോർച്ചയും ക്രിസ്ത്യൻ വോട്ട് ചോർച്ചയും ഉണ്ടായാൽ പിന്നെ അവർക്ക് നിൽക്കാനൊരു സ്പേസ് ഇല്ലാതാവും കേരളത്തിൽ. ഇപ്രാവശ്യം അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇവർക്ക് കറക്റ്റായിട്ട് പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും. ഹിന്ദുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് പ്ലാൻ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും. മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് പ്ലാനിങ് ഇല്ലെങ്കിൽ ഇവർ ബുദ്ധിമുട്ടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഞാൻ ഒരു കാര്യം ഞാൻ പോസിറ്റീവ് ഇറക്കാം. സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അല്ല ഇപ്രാവശ്യം പറഞ്ഞു. സർക്കാർ മികവോടെ പ്രവർത്തിക്കുമെന്നും പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ആത്മാർത്ഥതയുള്ളതാണെങ്കിലാണ് ഇവർക്കത് ഗുണം ചെയ്യുക. അല്ലെങ്കിൽ CPI പറയുന്നത് പോലെ നാളെ തുടങ്ങിയ ആൾക്കാർ സംസാരിക്കും. എപ്പോഴും ബാധിക്കുന്ന എന്താണ്, താഴേക്കിടയിലുള്ള ജനങ്ങൾ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള പ്രവർത്തകർ എങ്ങനെ തീരുമാനിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും ഏത് പാർട്ടി വരണം, ഏത് സർക്കാർ അധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്ന താഴേക്കുള്ള ജനങ്ങളാണ്. എല്ലാ പ്രാവശ്യവും CPM-ൻ്റെ അത്രയും സംഘടനാ സംവിധാനമുള്ള സ്ഥലങ്ങൾ, ഇത്രയധികം സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയും കേരളത്തിലില്ല. ഒരു ഇടതുപക്ഷത്തിന് കോൺഗ്രസിനില്ല, BJP-ക്കില്ല. പക്ഷേ ആ പറയുന്ന പാർട്ടികളുടെ സാധാരണ അണികളാണ് ഇടതുപക്ഷത്തിനെതിരെ. ഇപ്പോൾ കണ്ണൂരിൽ എന്ന് പറയുന്നത് ധർമ്മടം മണ്ഡലത്തിലൊക്കെ വളരെ കൂടുതലാണ് BJP-ക്ക് വോട്ട് പോയിരിക്കുന്നത്. എത്രയോ പുറകോട്ട് വന്നു നോക്കണം. സുധാകരൻ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട്. മട്ടന്നൂർ
മട്ടന്നൂരൊക്കെ വളരെ പിന്നെ മുസ്ലിം സോറി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെയാണ് സുധാകരന് വോട്ട് കിട്ടുന്നത്. കാരണം അത് സുധാകരന് അനുകൂലമായ വോട്ടല്ല. ഇവർക്ക് ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിട്ട് ഇവിടെ വോട്ട് കിട്ടും. സുധാകരൻ പോലും വിചാരിച്ചിട്ടില്ല അത്രയും വോട്ട് പിന്നെ അവിടെ കണ്ണൂർ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നെ CPM ഇനി ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ പറയുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടി ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ് കാര്യം. എന്ന് പറഞ്ഞാൽ എത്ര വലിയ അധികാരം കിട്ടുന്നു അത്രയും ലാളിത്യത്തോടെയും സ്നേഹത്തോടുകൂടിയും ജനങ്ങളോട് പെരുമാറാൻ നേതാക്കന്മാർ പഠിച്ചിട്ടില്ലെങ്കിൽ അവരെ അത് ജനങ്ങൾ ആ പുറംകാലോട് അടിക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരനെ നമുക്ക് ദേഷ്യപ്പെടാം. ഒരു പവർ കയ്യിലുള്ള ആൾക്കാരെ കൊണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല. അവരുടെ അടുത്ത് പോലീസ് ഇരിക്കുന്നു, അവരുടെ അടുത്ത് സംവിധാനങ്ങളിരിക്കുന്നു. അവർ ദേഷ്യപ്പെടുമ്പോൾ ഇമ്പാക്റ്റ് ഡബിളാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മാധ്യമങ്ങൾ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഇപ്പം എന്താ അത് മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞതെന്നൊക്കെ. പക്ഷേ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയാണ് കടക്ക് പുറത്തുനിന്ന് പറയുന്നത്. അധികാരം കയ്യിൽ കിട്ടിക്കിടുന്ന ധാഷ്ടിയാണെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ സംവിധാനത്തിലേക്ക് മാറി. പക്ഷേ ഇടതുപക്ഷത്തിന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയും കേട്ടോ. ഞാൻ പറയുന്നത് 2019 ഇലക്ഷനിൽ കഴിഞ്ഞ് 2021 ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വർഷമേ ഉള്ളൂ. 2 വർഷം കൊണ്ട് ഒരു ചിട്ടയായ പ്രവർത്തനം ഇടതുപക്ഷം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിട്ടയായ പ്രവർത്തനമാണ് 2021 ഇലക്ഷനിൽ അവർക്ക് സാമൂഹിക പെൻഷൻ അവർ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തു. കിറ്റുകൾ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞു. പത്രസമ്മേളനം, കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റേറ്റിങ്ങിലൊക്കെ 1ാം സ്ഥാനത്തായിരുന്നു പത്രസമ്മേളനം പോയിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളെല്ലാം അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിന് കഴിയാൻ വളരെ വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2019 പോലെ അല്ല, 2016 ഇലക്ഷൻ പോലെയല്ല. 2016 ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുതിർന്ന മന്ത്രിമാരാണ് എല്ലാവരും. കഴിഞ്ഞ പ്രാവശ്യത്തെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നത് എല്ലാം മുതിർന്ന മന്ത്രിമാരാണ്. ഇപ്രാവശ്യം ആ പറയുന്ന ഇമ്പാക്റ്റ് ശരിക്കും ഈ മന്ത്രിമാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മന്ത്രിമാർ ഭരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും പുറകോട്ടാണ്. 19 മണ്ഡലത്തിലും പുറകോട്ടാണ്. നേമത്ത് നോക്കൂ, ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ 22,000 വോട്ടിനാണ് ND ലീഡ് ചെയ്തിരിക്കുന്നത്. 22,000 ചെറിയ കഥയല്ല. ഒല്ലൂര് കെ രാജൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ പറയാൻ വിട്ടുപോയതാണ്. കരുവന്നൂരിലെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ ബാധിച്ചു, CPI-യെ ബാധിച്ചു. അവിടെ 3ാം സ്ഥാനത്താണ്. അവിടെ 2ാം സ്ഥാനത്തിരിക്കുന്നത് കോൺഗ്രസും 1ാം സ്ഥാനത്ത് ND-യുമാണ് കരുവന്നൂരിൽ. അപ്പോൾ അഴിമതി വിരുദ്ധരാണ് എന്ന് പറയുന്നൊരു പ്രതിച്ഛായ പാർട്ടിയിലെ മന്ത്രിമാർക്കെതിരെ ഇല്ല എന്നത് നമ്മൾ ഉറപ്പിക്കുമ്പോഴും പാർട്ടി കരുവന്നൂരുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അത് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇരിങ്ങാലക്കുടയിൽ മന്ത്രി ബിന്ദുവിന്റെ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്ത് പാർട്ടി എല്ലാ മന്ത്രിമാരുടെയും മണ്ഡലത്തിൽ ഓൾമോസ്റ്റ് പറയില്ല. പക്ഷേ അവിടെ നോക്കൂ, NDA മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. NDA അവിടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയാം. ഉണ്ണി ബാലകൃഷ്ണൻ, വെസ്റ്റ് ബംഗാളിന്റെ കഥ നമുക്കറിയല്ലോ. ഇപ്പോൾ സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിലും തൃണമൂൽ കോൺഗ്രസിലുമായിട്ട് ഇപ്പോഴും ഷെയർ ചെയ്ത് കിടപ്പുണ്ട്. എന്നാൽ അതേസമയം CPM-നുണ്ടായിരുന്ന 30% വരുന്ന വോട്ട് ഇപ്പോൾ 5% ലോക്സഭ. 5%. ആ 5%-ലേക്ക് എങ്ങനെയാണ് വെസ്റ്റ് ബംഗാളിൽ CPM കൂപ്പുകുത്തിയത് എന്ന ചോദ്യത്തിന് നന്ദിഗ്രാം മാത്രമല്ല, പാർട്ടിയുടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് ശൈലി. ആ ശൈലിയെ പെട്ടെന്ന് വളരെ വേഗം ഈഴവ വിഭാഗത്തിൽ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് UDF-നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ BDJS ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ BJP-യോടാണ് സ്വാഭാവികമായും. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൗണ്ട് വർക്കിലുണ്ട്. 2021 അതിനെ തടഞ്ഞു നിർത്തിയത് ഈ പറയുന്ന പിണറായി വിജയൻ കൊണ്ടുവന്നൊരു പുതിയ ഭരണരീതിയായിരുന്നു, ഒരു ഭരണശൈലിയായിരുന്നു. ആ ജനക്ഷേമ പദ്ധതി ജനങ്ങൾക്ക് നേരത്തെ ശ്രീ ആൻഡ്രോ പറഞ്ഞതുപോലെ, ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ, ജനങ്ങൾക്ക് പ്രകടമായി അവരുടെ കൈകളിലേക്ക് കിട്ടുകയാണ്. അവരുടെ വീടുകളിലേക്ക് പെൻഷൻ കൊണ്ടെത്തിക്കുമ്പോൾ അവരുടെ വീടുകളിലേക്ക് കാത്തിരുന്ന് ഈ കിറ്റ് എത്തുന്ന സമയത്ത് കയ്യിൽ ഭരണം എത്തുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല. അതവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ജനങ്ങൾക്കത് അറിയേണ്ട. ആ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾ യാത്ര നടത്തുന്നു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയും നേതാക്കൾ അനുഭവിക്കുന്ന അവസ്ഥയും രണ്ടും രണ്ടാണ്. ഞാൻ സാധാരണ രീതിയിൽ മന്ത്രിമാരുടെ വിദേശയാത്രയെ കിട്ടിക്കളെ കാണാത്ത ഒരാളാണ്. കാരണം എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വിദേശയാത്ര, സ്വകാര്യ സന്ദർശനം നടത്തണം. അവരുടെയൊക്കെ മാനസിക ഉല്ലാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എന്താണെന്നറിയാമോ ഉണ്ണി ബാലകൃഷ്ണൻ? പ്രഷറിനും ഷുഗറിനും കൂടി ഗുളിക വാങ്ങാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് 1600-1700 രൂപ വേണം. ഇത് കഴിഞ്ഞ 5 മാസമായി കിട്ടുന്നില്ല. അവരിൽ എത്ര പേരുണ്ട്? അസംഘടിത തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരാണ് ഇവരിൽ ഭൂരിപക്ഷം പേരും. കൃത്യമായി തൊഴിലില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ കാണുന്ന വാർത്ത, ഒരു മന്ത്രി വിദേശയാത്ര നടത്താൻ സ്വകാര്യ സമ്പത്ത് കൊണ്ടാണ് പോയിരിക്കുന്നത്. പിന്നീട് ചർച്ചയൊക്കെ നടക്കുമ്പോൾ അതാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സംവിധാനത്തെ അവരവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ കട്ടൻ കാപ്പി കുടിച്ച് വീട്ടിലിരിക്കണമെന്നല്ല. ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ അവരുമായി താതാത്മ്യത്തിലേക്ക് എത്തുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആറ്റിങ്ങിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്, ആറ്റിങ്ങിൽ ഈ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന സാധാരണക്കാരുടെ ജനങ്ങൾ ഇന്നും ജയിപ്പിക്കാൻ തയ്യാറാണ്. ദോഷമാണ്.
സോറി ഇവിടെ പിന്നെ നമ്മുടെ വിജോയ് അല്ല നോക്കൂ, വിജോയ് അടൂർ പ്രകാശ്, ഈ പറയുന്ന വി മുരളീധരൻ, ഇതിൽ വിജോയ് അവിടെ വലിയ പോരാട്ടം കാഴ്ചവെച്ചെന്ന് താഴെത്തട്ടിൽ വിജോയ് ഇരുന്ന് പ്രവർത്തിച്ചതുകൊണ്ടാ. ഇപ്പൊ നമ്മൾ ജയിച്ച പിന്നെ ആലത്തൂര്. ജനദർശനം എന്ന് പറയും ജനങ്ങളുമായിട്ട് പാവപ്പെടുന്ന സാധാരണക്കാരനായ മനുഷ്യന്മാരെ ഇടതുപക്ഷാണ് ജയിപ്പിക്കാൻ തയ്യാറാ. അതെ അതെ. പക്ഷെ എന്താണ് നമുക്ക്, ഞാൻ തന്നെ സത്യം പറഞ്ഞ വിശ്വസിച്ചാണ് ആ പാവം ജയിക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ മന്ത്രിയായി, ആ മനുഷ്യനെ അപ്പം തന്നെ ഇറക്കി മികച്ച മന്ത്രിയാണ്. മറുഭാഗം പ്രചരിപ്പിക്കുന്ന പോലെ അല്ല താനും. അല്ല, മറുഭാഗം പ്രചരിപ്പിക്കുന്ന പോലെ അല്ല മികച്ച മന്ത്രിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ നല്ലൊരു മന്ത്രിസ്ഥാനത്ത് അദ്ദേഹം കയറി ഇരുന്നു. ആര് ജയിക്കേണ്ടതെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ജയിക്കുകയും തോക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ തോക്കരുതെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് സംവിധാനങ്ങൾ മാറി വരികയാണ്. അപ്പോൾ ഒരു കാര്യം എന്താണ്, ജനങ്ങളോട് ഇടപഴകാൻ മടിയില്ലാത്ത സാധാരണക്കാരെ എന്നും ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പെരുമാറാൻ നല്ല രീതിയിൽ പെരുമാറാൻ കഴിവുള്ളവരെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പം പിന്നെ അരുൺ പറഞ്ഞതുപോലെ 19 ദിവസമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വിദേശ ടൂർ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് പറ്റുക? നമ്മുടെ സ്ഥാപനത്തിൽ ഞാൻ 19 ദിവസം പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ടെൻഷൻ കൊണ്ട് കേരളം ഭരിക്കുന്ന മന്ത്രിമാർ 19 ദിവസം ടൂർ പോകാന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഇനി ഇടതുപക്ഷത്തിന് വ്യത്യസ്ത നെറേറ്റീവ് ഉണ്ട്. ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, നിങ്ങൾ എന്താ കരുതി ഇടതുപക്ഷം ഒരുപാട് മാറിയില്ലേ? പാർട്ടി മാറിയിട്ടുണ്ടാവും, പക്ഷെ ജനം മാറിയിട്ടില്ല. അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അവൻ അടിസ്ഥാനമായുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവന്റെ ജീവിതം മാറിയിട്ടില്ല. പാർട്ടിക്ക് സമ്പത്തുണ്ടാവാം, മന്ത്രിക്ക് സമ്പത്ത് കൂടിയിട്ടുണ്ടാവാം, പക്ഷെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലെ നിലവാരം കണ്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവന് സ്വപ്നം കാണാൻ പറ്റില്ല. അവന് സംസ്ഥാനത്തിനകത്തു പോലും ടൂർ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്ത് അവനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയുടെ 19 ദിവസം നിലനിൽക്കുന്ന വിദേശയാത്ര ഉണ്ടാകുന്നത്. ഇതേതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല പ്രേക്ഷകർ. മന്ത്രിമാർക്ക് പോകാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്, അവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. പക്ഷേ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പ്രതികൂല സാമ്പത്തികാവസ്ഥയിൽ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്, ആ ശൈലി മാറേണ്ടതുണ്ടോ എന്ന ചർച്ചയുടെ ഭാഗമായി നമ്മൾ പറയുന്നതാണ്. അതൊക്കെ മന്ത്രിമാരാണ് തീരുമാനിക്കുന്നത്. അല്ല എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇടതുപക്ഷം അതിൽ നിന്നൊക്കെ മാറി നിന്നു എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ ആന്റണി ഇങ്ങനെ കുടുംബമായിട്ട് പോകുന്നൊരു ദൃശ്യം കണ്ടിട്ടുണ്ടോ? കെ കരുണാകരൻ അങ്ങനെ കുടുംബമായിട്ട് പോകുന്നൊരു ദൃശ്യം ഉമ്മൻചാണ്ടി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രസിഡന്റ് കേരളത്തിലില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇതെന്ന് പറയുന്നത് ഒരു സകുടുംബം ഒരു പിന്നെ യാത്ര പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കും എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എ കെ ഗോപാലൻ ഈ പാർലമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിലേക്ക് 5 ദിവസം ടൂർ പോയി എന്ന് ആലോചിക്കാൻ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഈ EMS നമ്പൂതിരിപ്പാട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ, അതും രാജ്യമൊട്ടാകെ ഒരു വലിയ തിരഞ്ഞെടുപ്പായി ഇത് കാണുന്ന വേളയിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് ആ പ്രചരണത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും മകനുമായി അമേരിക്കയിലേക്ക് ടൂർ പോകുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ബാലഗോപാൽ അല്ലെങ്കിൽ വാസവൻ അല്ലെങ്കിൽ രാജീവ് ഇവരൊക്കെ നന്നായി പെരുമാറി എന്നതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇത് നേരെ കേന്ദ്രീകരിക്കുന്ന പിണറായിയുമായി ബന്ധിപ്പിച്ചാണ് ഇത് നിൽക്കുന്നത്. സോ ഹി ഹാസ് ടു ചേഞ്ച്. എപ്പോഴും റിയാസ് നമ്മൾ സംസാരിക്കുന്ന മിനിസ്റ്റർ റിയാസിനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ കൂട്ടിക്കിട്ടുന്നത് ഇതിന് വേണ്ടിയിട്ടാ, നിങ്ങൾ CM-ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കെട്ടുന്നത്. അത് പക്ഷെ അതൊരു അച്ചുതണ്ടാന്നേ. നമ്മൾ അതിൻ്റെ ഭാഗങ്ങളാണ്. ബാക്കി എല്ലാവരും നന്നായി പെരുമാറി എന്ന് പറഞ്ഞില്ല. അച്ചുതണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പാഴം പഠിച്ചിട്ട് അതിനാണ് ഹൈലൈറ്റ് ചെയ്യുക. ജനങ്ങൾ, മാധ്യമങ്ങളും ആരും ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ അച്ചുതണ്ടിനെയാണ്. അപ്പോൾ ആ ഒരു സംവിധാനം നമുക്ക് നേരെയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് വലിയ മാറ്റം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇനി മാറ്റം സർക്കാർ നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ ആരാണ്? സാധാരണക്കാരനായ പ്രവർത്തകർ ഇറങ്ങി പണിയെടുക്കേണ്ട സ്ഥലമാണ്. ഇനി 1 വർഷം കഷ്ടിയേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷന്. അതിന് മുമ്പ് എന്താ 3 പിന്നെ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. വയനാട് തെരഞ്ഞെടുപ്പ്, ചേലക്കരയിലും പാലക്കാടും നിയമസഭ. അപ്പം അങ്ങനെ 3 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇലക്ഷൻ ഇയറാണല്ലോ. അതിൽ നോക്കൂ, പാലക്കാട് CPM-ന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ചേലക്കര പിന്നെ കുഴപ്പമില്ല. ചേലക്കര CPM-ന്റെ സീറ്റാണ്. ചേലക്കരയിൽ അട്ടിമറി സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ നിലവിൽ വീണ്ടും രണ്ട് മണ്ഡലങ്ങളെങ്കിലും CPM-ന്റെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെടും. ചേലക്കര മാത്രം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അല്ല, അത് അങ്ങനെ വരുമ്പോഴും ആന്റി ഇൻക്യുമൻസി ആയിരിക്കും അന്നും ചർച്ചയാവുക. മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ ഈ പറയുന്ന 2 ഇടങ്ങളിലും കോൺഗ്രസും BJP-യും നില മെച്ചപ്പെടുത്തും. ഈ 2 ഇടങ്ങളിലും മെച്ചപ്പെടുത്തും. കാരണം ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് വരുന്നതെങ്കിൽ ഭൂരിപക്ഷം ഇതിലും കൂടും. അവിടെ CPI-യുടെ ഇടതുമുന്നണിയുടെ വോട്ട് കുറയും. സ്വാഭാവികമായി അവിടേക്ക് ഇടതുമുന്നണിക്ക് പറയാനൊരു ന്യായീകരണവും ഇല്ല. ഇനി
ഇനി അവിടെ പറയാൻ ന്യായീകരണമില്ല. കാര്യം കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ സഖ്യകക്ഷിയാവേണ്ടത്. 101 സീറ്റിൽ കൂടുതൽ പോയി. അപ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് അങ്ങനെ നരേഷൻ പോലും ഇല്ല. ഇനി അവിടെ നരേഷൻ പോലും അവിടെ ഇല്ലാതെയാവുന്നൊരു ഘട്ടമുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പൊതുവെയുള്ള വിജയത്തിൽ ഇടതുമുന്നണിയുടെ ആശയങ്ങൾ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് വർഗ്ഗസമരത്തിൻ്റെ രാഷ്ട്രീയം ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് മലയടിച്ചിട്ടുണ്ട്, അതിൻ്റെ ആശയ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശൈലി മാറ്റണോ എന്ന ചോദ്യത്തിന് നമുക്ക് അവസാനിപ്പിക്കാം. 3 പേരുടെയും അഭിപ്രായം ശൈലി മാറ്റണം എന്നു തന്നെയാണ്. മീഡിയ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം നാളെ. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Meet the editors.